ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ റിമാൻഡിൽ. കുന്നമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് പ്രതിയെ കോടതിയിലെത്തിച്ചത്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഷിംജിത മുസ്തഫ റിമാൻഡിലായത്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് റീൽ ചിത്രീകരിച്ച് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. കുടുംബം നൽകിയ പരാതിയിലെടുത്ത കേസിലാണ് ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലാണ് പ്രതിയെ പോലീസ് കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. കൊയിലാണ്ടിയിൽ വെച്ച് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. നേരിട്ട് കുന്നമംഗലം കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകർ പ്രതിക്ക് ലഭിക്കുന്നത് VIP പരിഗണനയെന്ന് ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ അനൌദ്യോഗിക വിശദീകരണം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഷിംജിത നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അറസ്റ്റ് ചെയ്ത വിവരം പോലീസ് കോടതിയെ അറിയിക്കുകയും ശേഷം ജാമ്യത്തിനായി ഷിംജിത വീണ്ടും കോടതിയെ സമീപിക്കാനുമാണ് സാധ്യത. റിപ്പോർട്ടർ, കോഴിക്കോട്.